യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എന്താണ് കുഞ്ഞുങ്ങളെ ചോദ്യം? അച്ഛ, ഉപവസിച്ചാൽ മാത്രമേ നോയമ്പാവത്തുള്ളൂ? ഉപവസിച്ചാൽ മാത്രമല്ലല്ലോ നോമ്പാവുന്നത്. ആഹാരം മാറ്റിവെച്ചാൽ മാത്രമേ നോമ്പാകത്തുള്ളൂ അച്ഛ. ആഹാരം മാത്രം മാറ്റിവെച്ചാൽ നോമ്പാവുകയില്ലല്ലോ. അച്ഛാ, എനിക്ക് ഒന്ന് മനസ്സ് നന്നായാൽ മതി നോമ്പ്. അതാണ് ഇവിടുത്തെ ഉത്തരം. മനസ്സ് നന്നായാൽ ഈ നോമ്പിന് ഏറ്റവും പ്രധാനം. എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് മാറ്റിവെക്കണമെന്നാണ് അർത്ഥം. അല്ല, ആ, പ്രാർത്ഥന വേണം, ഉപവാസം വേണം, ഭക്ഷ്യകാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കണം. ഇതെല്ലാം ഉണ്ടായിട്ടും മനസ്സ് നന്നായില്ലെങ്കിൽ ഈ നോമ്പ് കൊണ്ട് അർത്ഥമുണ്ടോ മോനെ? ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ മനസ്സിന് ദൈവത്തിന് പൂർണ്ണമായിട്ടും കൊടുക്കുക. നിങ്ങൾ നോമ്പ് നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സ് നല്ലതാണോ? ആണ്, ഉറപ്പാണേ. ആണ്. അപ്പൊ മനസ്സ് നന്നായി നിന്നുകൊണ്ട് പ്രാർത്ഥന ഈ 50 ദിവസവും നോമ്പ് നോക്കാൻ നിങ്ങൾ റെഡിയാണല്ലോ? Yes. Yes. വെരി ഗുഡ്.